നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വീട് ജപ്തി ചെയ്ത് കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടി. അഞ്ചൽ കാച്ചാണിയിലാണ് സംഭവം. ബാങ്ക് ഉദ്യോഗസ്ഥർ വയോധികരെയും കുട്ടികളെയും പുറത്താക്കി വീട് പൂട്ടി. AIYF പ്രവർത്തകർ കൂട്ടുപൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ് അപകടത്തിൽപ്പെട്ടു. പന്മന ഇടപ്പള്ളിക്കോട്ടയിലായിരുന്നു അപകടം. അപകടത്തിൽ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഉജ്ജ്വല സ്വീകരണം. കൊല്ലം ആദിച്ചനല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളി. കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്. പ്രദേശം രോഗഭീഷണിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. വീട് ജപ്തി ചെയ്ത് കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടി. അഞ്ചൽ കാച്ചാണിയിലാണ് സംഭവം. ബാങ്ക് ഉദ്യോഗസ്ഥർ പ്രായമായ അച്ഛനെയും അമ്മയെയും 2 വയസ്സ് ഉള്ള കുട്ടികളെയും പുറത്താക്കി വീട് പൂട്ടുകയായിരുന്നു. AIYF പ്രവർത്തകർ ഇടപെട്ട് പൂട്ട് പൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി. ൽ പശു വളർത്തലിന് 10 ലക്ഷം രൂപ ലോൺ എടുക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ 10 പശുക്കൾ രോഗം ബാധിച്ച് ചത്തതോടെ വരുമാനം മുടങ്ങിയതിനെ തുടർന്നാണ് ലോൺ അടയ്ക്കാൻ കഴിയാതായത്. അഞ്ചൽ കാച്ചാണിയിൽ താമസിക്കുന്ന നിഷ ഭവനിൽ ജിഷയാണ് ലോൺ എടുത്തത്. 2017 പശുവിൻ്റെ ലോണായിട്ട് കൃഷി ആവശ്യത്തിനായിട്ട് എടുത്തതാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല, കുറേയൊക്കെ വീണുപോയി, കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല, എല്ലാം ചത്തുപോയി. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അടച്ചു. പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ ഇടന്നങ്ങ് പെരുവി. ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇതിനുമ്പ് നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു 5:30 മണിയായിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് 2 പേര്. ഒരാൾ 2ലും ഒരാൾ 9ലും പഠിക്കുന്നു. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇരുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങി പറക്കി ഇന്നലെ ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത്. അപ്പോൾ ഒരു കുഞ്ഞാളെ സ്കൂളിൽ വിട്ട് മൂത്താളിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ട്. വീട്ടിലെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും 2 വയസ്സുള്ള കുട്ടികളെയും ഉൾപ്പെടെ പുറത്താക്കി വീട് പൂട്ടുകയായിരുന്നു. പിന്നെ പലവട്ടം അവരുടെ അടുത്ത് ചെന്നതാ. 50,000 രൂപയും കൊണ്ട് ചെന്നിട്ട് ലോണൊന്ന് പുതുക്കി താ, ഞങ്ങൾക്ക് മാസം 10 രൂപ വെച്ച് അടയ്ക്കത്തക്കോണം ആക്കി താന്ന് പറഞ്ഞിട്ട് അവർ തരത്തില്ല. എന്തെല്ലാം പറഞ്ഞിട്ട് അവർ കേൾക്കത്തില്ല, അവർ പുതുക്കി തരത്തില്ല. അവർ വന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് കുടിനിറങ്ങി കൊടുക്കണം, സാധനങ്ങൾ ഉള്ളത് വേണ്ടുന്ന പറയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പറക്കി വെളിയിലിട്ട് ഒരു 7 മണിയോടുകൂടി ഒരു 6:30 കഴിഞ്ഞ് അവരെല്ലാം ലോക്ക് ചെയ്ത് ഞങ്ങളെ വെളിയിലാക്കിയിട്ട് പോയി. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെല്ലാം വെളിയിൽ കിടന്നു ചെയ്തു. MLA സാറോടെ വിട്ട് വിളിക്കാൻ പറഞ്ഞു. വാർഡ് മെമ്പറുണ്ട്. വാർഡ് മെമ്പറായ ആദ്യം ഇടപെട്ടത്. പിന്നെ MLA സാർ വീട്ടിൽ ഇടപെട്ട്. സംഭവം അറിഞ്ഞ് PS സുബാൽ MLA വീട്ടുകാരുമായി സംസാരിച്ച ശേഷം ബാങ്ക് അധികൃതരുമായും മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. ജപ്തി ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. MLAയുടെ നിർദ്ദേശത്തെ തുടർന്ന് AIYF പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ വീട്ടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചു. കൊച്ചുങ്ങൾ ഉൾപ്പെടെ അടക്കമുള്ള ഒരു കുടുംബത്തിന് ഇന്നലെ കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെയുള്ള ഒരു തുച്ഛമായ വസ്തുവും ഒരു വീട് മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂളുണ്ട്. കിടപ്പാടം ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത്. ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് MLA അറിയിക്കുകയും ചെയ്തു. MLA അറിയിച്ചതിനെ തുടർന്ന് AIYFൻ്റെ പ്രവർത്തകരും MLAയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്.
ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പാവപ്പെട്ട മനുഷ്യരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല എന്ന സർക്കാരിന്റെ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് AIYF സംസ്ഥാന കമ്മിറ്റി അംഗം വൈശാഖ് സീദാസ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, AIYF മേഖലാ പ്രസിഡന്റ് അജിത്ത്, മൊയ്തു അഞ്ചൽ എന്നിവർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഇത്തരത്തിൽ പാവപ്പെട്ടവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് ജപ്തി നടപടികൾ ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് ലംഘിച്ച് തികച്ചും ധിക്കാരകരമായ സർക്കാരിനെ കരിവാരിത്തേക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാടാണ് ബാങ്ക് ജീവനക്കാർ കാണിച്ചിട്ടുള്ളത്. ഈ ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കാനുള്ള നടപടിയും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണമെന്നും കൂടി ഞങ്ങളുടെ ആവശ്യം പറയുകയാണ്. കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബം, പശുവിനെ വളർത്തി ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഈ കാണുന്ന നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്നത്. പ്രായമായ 10-20 വയസ്സ് എന്ന അച്ഛനും അമ്മയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ അംഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ലോണിന് കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കുകയും അവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ വീട്ടിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന വളരെ ക്രൂരമായ ഒരു നടപടിയാണ് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായത്. ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധുവിന്റെ സാന്നിധ്യത്തിലാണ് വീടിന്റെ പൂട്ട് പൊളിച്ചത്. ഞാൻ MLA സാറിനെ വിളിച്ചായിരുന്നു. അപ്പോഴും സാറ് പറഞ്ഞത് ഇവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാം. അവിടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ ഇനിയും അങ്ങനെ ആര് വന്ന് പറഞ്ഞാലും വെളിയിൽ ഇറങ്ങല്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാറ് സംസാരിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തീ തുപ്പിയ കാർ ഇനി വീട്ടിലിട്ടാൽ മതിയെന്ന് MVD. കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതോടൊപ്പം ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് അകമ്പടിയായി എത്തിയ കാറിന്റെ സൈലൻസറിൽ നിന്നും തീ തുപ്പുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. ഞായറാഴ്ച കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് അകമ്പടിയായി എത്തിയ കാറിന്റെ സൈലൻസറിൽ നിന്നും തീ തുപ്പുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി സ്വീകരിച്ചത്. കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതോടൊപ്പം ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. കാറിന്റെ ഇരുവശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പുകക്കുഴലുകളും ചക്രങ്ങളും അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. നിറം മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലാകുന്നത്. പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണിത്. കാർ സ്റ്റാർട്ടാക്കുമ്പോഴും റേസ് ചെയ്യുമ്പോഴുമാണ് തീ തുപ്പിയിരുന്നത്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കാറിനെ കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലം കണ്ടെത്തി വീട്ടിലെത്തിയപ്പോൾ കാറും ഉടമയും അവിടെയില്ലായിരുന്നു. കാറുമായി ഉടമ അടുത്ത ദിവസം ഹാജരാകണമെന്ന് വീട്ടുകാരോട് നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO AK ദിലുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് മുഖത്തല നടുവിലക്കര ഭാഗത്തെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ രൂപമാറ്റം വരുത്തിയ നിലയിൽ കാർ കണ്ടെത്തിയത്. വാഹനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഉടമയെ കണ്ടെത്താനായില്ല. കാറിന്റെ രജിസ്ട്രേഷനും ഉടമയുടെ ലൈസൻസും റദ്ദാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ദേശീയപാതയ്ക്ക് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പുല്ല് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നതായി പരാതി. കുണ്ടറ ആറുമുറിക്കടയ്ക്കും എഴുകോണിനും മധ്യയാണ് ദേശീയപാതയോരത്ത് പലയിടങ്ങളിലായി പുല്ല് വളർന്ന് കാടായി നിൽക്കുന്നത്. ഫുട്പാത്ത് പൂർണ്ണമായും പുല്ല് വളർന്ന് കാട് മൂടിയ നിലയിലാണ്. ദേശീയപാതയോരത്ത് കാട് വളർന്നു നിൽക്കുന്നതാണ് യാത്രാക്ലേശം സൃഷ്ടിക്കുന്നത്. കുണ്ടറ ആറുമുറിക്കടയ്ക്കും എഴുകോണിനും മധ്യയാണ് ദേശീയപാതയോരത്ത് പലയിടങ്ങളിലായി പുല്ലു വളർന്ന് കാടായി കിടക്കുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ടാറിംഗ് തീരുന്നിടം മുതൽ ഫുട്പാത്ത് പൂർണ്ണമായും പുല്ലു വളർന്ന് കാടായ നിലയിലാണ്. പലയിടങ്ങളിലും
പുല്ലിനിടയിൽ മരങ്ങളും വളർന്നു നിൽക്കുന്നത് കാണാം. ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാടുകൾക്കിടയിൽ ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, പൊട്ടിയ കണ്ണാടിച്ചില്ലുകൾ, ബിയർ കുപ്പികൾ, സോഫ സെറ്റുകളുടെ കുഷനുകൾ തുടങ്ങി കാറിന്റെ ഉപയോഗശൂന്യമായ പൊട്ടിയ ബമ്പറുകൾ, മിററുകൾ എന്നിവയും ടൈലിന്റെയും മറ്റും വേസ്റ്റുകളും കൊണ്ടിടുന്നതും പതിവാണ്. കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളും ധാരാളമായുണ്ട്. ബൈറൂട്ടുകളുടെയും അവസ്ഥ ഇതാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്തോ ദേശീയപാത അതോറിറ്റിയോ PWDയോ ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. റോഡിന്റെ പല ഭാഗങ്ങളിലും കാട് വളർന്നു നിൽക്കുന്നതിനാൽ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇത് പലപ്പോഴും അപകടങ്ങളിലേക്കും വഴിവെക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ് അപകടത്തിൽപ്പെട്ടു. പന്മന ഇടപ്പള്ളിക്കോട്ടയിലായിരുന്നു അപകടം. അപകടത്തിൽ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. ബസ് നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. പന്മന ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ മിനി ബസിന്റെ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 9:30 അപകടം. ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും HP റോഡിലേക്ക് പോവുകയായിരുന്ന ബസിന്റെ മുൻചക്രം പഞ്ചറായി നിയന്ത്രണം തെറ്റി സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച ശേഷം കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. കട ഭാഗികമായും തകർന്നു. പരിക്കേറ്റ ഡ്രൈവറെയും വിദ്യാർത്ഥിയെയും ചവറ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ടയർ പൊട്ടുന്ന സൗണ്ട് കേട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെ ഈ വണ്ടി ഇടിച്ച് ഇതിനകത്തേക്ക് വന്ന് പോസ്റ്റ് ഇടിച്ച് കളഞ്ഞ് വണ്ടി കടയിലേക്ക് ഇടിച്ച് കയറുകയാണ്. അതിനകത്ത് 5-6 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ കരഞ്ഞ് അവരെ ഉടനെ തന്നെ അതിനകത്തുനിന്ന് നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേക്ക് മാറ്റി ഫയർഫോഴ്സിനെയും മറ്റും അറിയിപ്പിച്ചു. ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ടായിരുന്നു. ഈ സ്ഥിരം വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ്. പറഞ്ഞാൽ ഹോൺ അടിച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു രീതിയാണ്. അത് ആ ഡ്രൈവറുടെ കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളെ ഫയർഫോഴ്സ് ആശുപത്രിയിലേക്ക് കൊണ്ടു. സ്കൂളിന്റെ വണ്ടിയാണ് ഇത്. സ്കൂളിന്റെ അല്ല, സ്കൂളിന്റെ കോൺട്രാക്ട് പന്മന പഞ്ചായത്തിന്റെ വക കരുണ സ്കൂളില്ലേ, നമ്മുടെ പിന്നെ കുര്യത്തറമുക്കിന് വടക്കുവശത്തുള്ള ആ സ്കൂളിലെ കോൺട്രാക്ട് ബസ്സാണ്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. 6 വിദ്യാർത്ഥികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. സമീപത്തെ വൈദ്യുത തൂണും തകർന്നു. സംഭവം കുട്ടികളായിട്ട് വന്ന മന്ദബുദ്ധിയായ കുട്ടികളായിട്ട് വന്ന് സ്പീഡിലാണ്, നല്ല ഹൈ സ്പീഡിലാണ് വന്ന് ഈ പോസ്റ്റ് പിടിച്ച് കടയ്ക്കകത്ത് കയറി. ടയറൊക്കെ മുട്ട ടയറാണ്. ലൈസൻസ് ഒക്കെ ഉള്ള ആളാണോ? ലൈസൻസ് ഉള്ളതാണെന്ന് പറയുന്നതല്ലേ, നമുക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും വന്നു? ആരും പോലീസും എല്ലാ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം വന്നു. പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും വന്നു? പഞ്ചായത്തിൽ നിന്ന്. കടയിലെ സാധനങ്ങൾക്കും കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് തേവലക്കര ഡിവിഷനിലെ 6000-ഓളം തൊഴിലാളികൾക്കാണ് തൊപ്പി വിതരണം ചെയ്തത്. രമേശ് ചെന്നിത്തല MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആത്മാവ് നശിപ്പിച്ച ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. ഇതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അരുൺ രാജിന്റെ നേതൃത്വത്തിൽ ചവറ പട്ടത്താനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പി വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ 6000-ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊപ്പി വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഷിബു ബേബി ജോൺ മുഖ്യാതിഥിയായി. അർഹതപ്പെട്ട പരിഗണന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവർക്കുള്ള പരാതി ഒന്ന് ഫോട്ടോ എടുപ്പ്, 2 തവണ ഫോട്ടോ എടുക്കണം, പിന്നെ കൂലി കുറവാണ്. ഇത്തരം പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആത്മാവിനെ തന്നെ നശിപ്പിച്ച ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ഏതായാലും അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ. അവർ കഷ്ടപ്പെടുന്നവർ. അതുകൊണ്ട് അവരെ അവഗണിക്കാൻ പാടില്ല. അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അയൂബ് ഖാൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മേട്രുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതൊരു വലിയ വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. സമൂഹത്തിൻ്റെ ഏറ്റവും നിർധനരായിട്ടുള്ളവരാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി പണിയെടുക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇന്നൊരു വലിയ ശക്തിയായി, സംഘടിത ശക്തിയായി മാറേണ്ടവരാണെങ്കിലും
അർഹതപ്പെട്ട ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു പരിഗണന അവർക്ക് കിട്ടുന്നില്ല. ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അരുൺ രാജ് മുൻകൈ എടുത്ത് ഇങ്ങനൊരു നടപടി തുടങ്ങിയതൊരു തുടക്കം മാത്രമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ആവശ്യം വന്ന് ഒരു വർക്ക് യൂണിഫോം വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി 50 ജനുവരി മാസം 26-ാം തീയതി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ആ കാര്യം ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ നാം പറഞ്ഞ കാര്യമാണ്. ആ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതാണ് ഭരണഘടനയുടെ ആമുഖത്താളിൽ ആർക്കും വായിക്കാൻ ഭാഗത്തിന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്തിന്റെ പേര് തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കേന്ദ്ര സർക്കാർ കുഴിച്ചുമൂടുന്നു. മോദി സർക്കാർ കൊണ്ടുവരുന്ന ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണ്. ഇത് പിൻവലിക്കണം. BJP സർക്കാർ നാടിന്റെ ജീവിതപാതകളെയെല്ലാം കൊട്ടിയടയ്ക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ട്രംപ് പറയുന്നു. എല്ലാ മേഖലയിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിറയാൻ പോകുകയാണ്. ഇന്ത്യ അമേരിക്കൻ രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത സമ്മേളനത്തിൽ വെച്ചല്ല ഇതൊന്നും ട്രംപ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംഘാടക സമിതി ചെയർമാൻ M. ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ M. സ്വരാജ്, സംഘാടക സമിതി കൺവീനർ ജഗജ്ജീവൻ ലാലി, ജാഥ അംഗങ്ങളായ PK രാജൻ, P. വസന്തം, നേതാക്കളായ മന്ത്രി J. ചിഞ്ചുറാണി, S. ജയമോഹൻ, J. മേഴ്സിക്കുട്ടിയമ്മ, S. സുദേവൻ, PS. സുബാൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. ലതാദേവി, MS. താര തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമിച്ച് കൂട്ടി LDFനെ തോൽപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളില, മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളില. രണ്ട് വർഗീയതയെയും രണ്ട് വർഗീയ വിപത്തിനെയും ഒരുമിച്ച് കൂട്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവുമോ എന്നാണ് നോക്കുന്നത്. ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താണ്? ഈ ഒരു ദശാബ്ദം കേരളത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും തെറ്റായ ഒരു നടപടി സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കാവൂ. ഈ 10 കൊല്ലത്തിനുള്ളിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് LDFനെതിരെ ഒരു വലിയ സമരം നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താ സാധിക്കാത്തത്? അതിനൊരവസരം കൊടുത്തിട്ടില്ല. ജനങ്ങളോടുള്ള പ്രതിബദ്ധത LDFന്റെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുമായിരുന്നു. ഇത്രമാത്രം ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ അധികമുണ്ടാവില്ല. രാവിലെ നിയോജക മണ്ഡലം അതിർത്തിയായ കല്ലുകടവിലെത്തിയ ജാഥയെ ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് സമ്മേളന നഗറിലേക്ക് ആനയിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കിഴക്കുവശത്താണ് സ്വീകരണ സമ്മേളനം നടന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു. നഗരത്തിൽ പ്രവേശിച്ച ജാഥയെ റെഡ് വോളണ്ടിയർമാരുടെയും ബാൻഡ് ഗ്രൂപ്പിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ചു. സമ്മേളന വേദിയിൽ ജാഥ ക്യാപ്റ്റൻ റെഡ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDF എല്ലാ മതങ്ങളെയും മാനിക്കുന്നെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദക്ഷിണ മേഖല LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചവറയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മതവിശ്വാസികളെ LDF കാണുന്നത് മിത്രങ്ങളായാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളം ലോകത്തിന്റെ മുന്നിൽ ഒരു വിസ്മയമായി വളർന്നു വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അധികാരത്തിൽ തുടച്ചു നീക്കാൻ കഴിയുമെന്നതുകൊണ്ട് LDF എല്ലാ മതങ്ങളെയും മാനിക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ദക്ഷിണ മേഖല LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചവറയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മതം വലിയ യാഥാർത്ഥ്യമാണ്. ഭൂരിപക്ഷം മനുഷ്യരും മതവിശ്വാസികളാണ്. അവരെ LDF കാണുന്നത് മിത്രങ്ങളായാണ്. വർഗീയതയ്ക്കും മതഭ്രാന്തിനുമെതിരെയാണ് സമരമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും കണക്ക് പറയുന്നു.
ഞങ്ങൾക്കെല്ലാവർക്കും എത്രയാണെന്നതൊന്നും ഞങ്ങൾക്കുള്ളതല്ല. ഈ സ്നേഹമത്രയും LDF-ൻ്റെതാണ്. LDF-ൽ നിങ്ങൾ സൃഷ്ടിച്ച സ്നേഹമാണ് ഞങ്ങളോട് നിങ്ങൾ കൈകാറുന്നത്. ആ സ്നേഹം ലഭ്യമാകുന്നില്ല. ആ സ്നേഹം മറ്റാൾക്കാരുണ്ട്. ആ സ്നേഹത്തിന് എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം നാം നേടിയിരിക്കും. ആ ലക്ഷ്യം നമുക്കറിയാം. ആ ലക്ഷ്യം നമ്മളെല്ലാം കണ്ണിലെ കൃഷ്ണമാണ്. നമ്മുടെ LDF-ൻ്റെ 3-ാം ഗുണമാണ്. ആ 3-ാം ഗുണം നാം നോക്കണം. LDF നിയോജക മണ്ഡല കൺവീനർ ഐ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി KN ബാലഗോപാൽ, ജാഥ മാനേജർ M സ്വരാജ്, ജാഥ അംഗങ്ങളായ CS സുജാത, VT ജോസഫ്, അഡ്വക്കേറ്റ് TP വസന്തം, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ മാസ്റ്റർ, യൂജിൻ മൊറാലി, ഉഴമലയ്ക്കൽ വേണുഗോപാൽ, A ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, സുജിത് വിജയൻപിള്ള MLA, PS സുബാൽ MLA, SJ മോഹൻ, MH ഷാരിയാർ, T മനോഹരൻ, G മുരളീധരൻ, ശ്യാം മോഹൻ, ഇല്ലിക്കൽ അഗസ്റ്റിൻ, ചവറ ഷാ, സെലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കന്നേറ്റിയിൽ നിന്നും ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചു. വേദിക്ക് സമീപം തുറന്ന ജീപ്പിലെത്തിയ ബിനോയ് വിശ്വത്തെ ബാൻഡുമേളം, ചുവപ്പ് സേന എന്നിവയുടെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ആദിച്ചനല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്. രൂക്ഷഗന്ധം കാരണം മൂക്ക് പൊത്തിപ്പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് രോഗഭീഷണി ഉയർത്തുന്നതായും പരാതിയുണ്ട്. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9, 10 വാർഡുകളിൽ ഉൾപ്പെട്ട കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത്. ടൺ കണക്കിന് ശുചിമുറി മാലിന്യമാണ് ഇവിടേക്ക് തള്ളുന്നത്. കട്ടച്ചൽ ഏലാവളവിലെ കലുങ്ങിനടിയിലാണ് മാലിന്യം തള്ളുന്നത്. താഴെ 1/2 കിലോമീറ്റർ വളവില് വയലുവാരത്ത് ഇതേപോലെ നിരന്തരം 1 മാസമായിട്ട് നിരന്തരമായിട്ട് മാലിന്യം, ബാത്റൂം മാലിന്യം, മാലിന്യം കൊണ്ടുവന്ന് തോട്ടിലൊഴുക്കിയിരിക്കുകയാണ്. അത് കലുങ്ങിൻ്റെ അടിയിൽപ്പെട്ട് കട്ടി പിടിച്ച് സ്മെല്ലടിച്ചിട്ട് ഈ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ പോകാൻ വയ്യാത്ത വിധത്തിൽ സ്മെല്ലും അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് തോടിന് അകത്ത്. ഇപ്പോൾ കനാല് തുറക്കുമ്പോൾ ഒരാഴ്ചയാകുമ്പോൾ കനാൽ തുറക്കും. കനാൽ തുറക്കുമ്പോൾ വെള്ളം വരുമ്പോൾ ഇതിലെ കൂടെ വെള്ളം ഒഴുകാൻ വയ്യാത്ത രീതിയിൽ കലുങ്ങ് അടഞ്ഞു കിടക്കുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. കാൽനട യാത്രികർക്ക് പോലും ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ ഭാഗത്തെത്തിയാൽ രൂക്ഷഗന്ധ കാരണം മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ആദിച്ചനല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡ് ഉൾപ്പെട്ട പ്രദേശം ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയും 9-ാം വാർഡ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയുമാണ്. 2 പോലീസ് സ്റ്റേഷനും പങ്കിടുന്ന പ്രദേശമാണിവിടം. അർദ്ധരാത്രിയിലാണ് ശുചിമുറി മാലിന്യം ടാങ്കറിൽ നിറച്ച വാഹനങ്ങളിൽ ചാത്തന്നൂരിന്റെയും ആദിച്ചനല്ലൂരിന്റെയും വിവിധ ഭാഗങ്ങളിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളുന്നത്. ഇതിന്റെ കനാല് തുറക്കുമ്പോൾ വെള്ളം വന്ന് തോട് അടയുമ്പോൾ പിന്നെ വെള്ളം അപ്പുറത്തെ കരയിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായതിനാൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതിനൊരു നടപടി എടുത്തുകൊണ്ട് ഇത് വാരി മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. രാത്രികാലങ്ങളിൽ വലിയ വണ്ടിയിലാണ് ഇത് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. വലിയ പമ്പ് ചെയ്താണ് ഇതിനകത്ത് ഈ കലങ്ങിൻ്റെ അടിയിലോട്ട് പമ്പ് ചെയ്ത് വിടുന്നതാണ്. പോലീസ് നിരീക്ഷണം കർശനമാക്കിയാൽ ഒരു പരിധിവരെ സാമൂഹ്യവിരുദ്ധരെ പിടികൂടാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടച്ചൽ പ്രദേശങ്ങളിൽ മാലിന്യവുമായി എത്തുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി കട്ടച്ചൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വനയാത്ര നടത്തി. നെടുങ്ങല്ലൂർ പച്ച വനയാത്ര സമിതിയുടെ നേതൃത്വത്തിലാണ് വനയാത്ര നടത്തിയത്. കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുങ്ങല്ലൂർ പച്ച വനയാത്ര സമിതിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ സഹകരണത്തോടെ 15ാമത് നെടുങ്ങല്ലൂർ പച്ച വനയാത്ര സംഘടിപ്പിച്ചു. ആനപ്പെട്ടകൊങ്കൽ ഗുരുമന്ദിരം ജംഗ്ഷനിൽ യാത്ര കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വലിയ സാധ്യതകളുള്ള നെടുങ്ങല്ലൂർ പച്ച എന്ന നിലയിൽ അറിയപ്പെടുന്ന മേഖല
ജില്ലയിലേക്ക് ഒരു വനയാത്ര സംഘടിപ്പിച്ച് എത്തുന്നതോടുകൂടി പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വനം കാണണം, വനത്തിലെ സാഹചര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കൊക്കെ വരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഭാവിയിൽ ഇത് മാറും. നമ്മുടെ ഈ പ്രചരണത്തോട് അല്ലെങ്കിൽ ഈ വനയാത്രയോടുകൂടി തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാടിന്റെ മക്കളായ ആദിവാസി വിഭാഗങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ വനസംരക്ഷണം പൂർണ്ണമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കാൽനടയായി നെടുങ്ങല്ലൂർ പച്ചയിലെത്തിയ സംഘം ഞാവൽ, ഇലഞ്ഞി, മരുത്, മന്ദാരം, കണിക്കൊന്ന, കമ്പകം, കാട്ടുകടമ്പ്, കുളമാവ്, പേര എന്നീ വൃക്ഷങ്ങളുടെ വിത്തുകൾ വിതറി. വനയാത്രാ സമിതി പ്രസിഡന്റ് AT ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി ഷൈനു, തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ C സെൽവരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലി അശോകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം S സുനിൽകുമാർ, കൊല്ലം KC സ്മാരക സമിതി സെക്രട്ടറി ലത്തീഫ് മാമൂഡ്, ഇടമൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ S പ്രഭാത് കുമാർ, സെക്രട്ടറി V അശോകൻ, ട്രഷറർ V ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വാർഷിക സമ്മേളനം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിലെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 2020-21 വർഷ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപയും CR മഹേഷ് MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 13.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. CR മഹേഷ് MLA മന്ദിര പ്രവേശന ഉദ്ഘാടനവും ഭദ്രദീപം കൊളുത്തി പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ കാലതാമസം. അതിന്റെ ഭരണാനുമതി കിട്ടുക, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുക, പിന്നീട് ആ വർക്ക് ടെൻഡർ ചെയ്യുക, ഏതെങ്കിലും കോൺട്രാക്ടർ, ഇത്രയും സമയമാണ് ദീർഘമായി പോകുന്നത്. പിന്നെ എടുക്കുന്ന കോൺട്രാക്ടർ കല്ലിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പത്തുള്ള ആളാണെങ്കിൽ അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സനുസരിച്ച് വളരെ വേഗത്തിൽ പറയും. ഇല്ല എങ്കിൽ ഈ ഘട്ടങ്ങളിലൊക്കെ മുടങ്ങിപ്പോകും. സർക്കാർ ജീവനക്കാർ കാര്യക്ഷമമായി വർക്കിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിക്കുന്നതിനോടൊപ്പം എടുക്കുന്ന കരാറുകാരന്റെ ഒരു മനസ്സും കൂടിയാണ് ഓരോ വർക്കും പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഈ സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം നല്ലതുപോലെ വികസിച്ചു വരുന്നത്. ശോഭനത്തേക്ക് പറഞ്ഞതുപോലെ ഒരു HM അവരുടെ അമ്മ ഇന്നലെ ഗംഗ ടീച്ചറുടെ അമ്മ ഇന്നലെ മരണപ്പെട്ടുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വരാൻ പറ്റാത്തത്. കരുനാഗപ്പള്ളി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ശോഭന, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആശാനിൽ, മുനമ്പത്ത് ഗഫൂർ, B മോഹൻദാസ്, P രാജു, കൗൺസിലർമാരായ ബേബി ജസ്ന, സിംലാൽ, B രമണിയമ്മ, ഗിരിജാദേവി അമ്മ, സുലത, രാധാമണി ഷാജി, അശ്വതി ശ്യാം, AEO അജയകുമാർ, SMC ചെയർമാൻ രാജേഷ് പട്ടാശ്ശേരി, ഷെഫീഖ്, ശ്യാംകുമാർ, ഷെമില, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് സജീവ് മാമ്പറ, അധ്യാപകരായ ലേഖ, വീണ എന്നിവർ പങ്കെടുത്തു. വിവിധ അവാർഡ് നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് വാർഷിക സമ്മേളനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ P സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികളായ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. തുടർന്ന് ഗാനമേളയും നടത്തി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വീട് ജപ്തി ചെയ്ത് കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടി. അഞ്ചൽ കാച്ചാണിയിലാണ് സംഭവം. ബാങ്ക് ഉദ്യോഗസ്ഥർ വയോധികരെയും കുട്ടികളെയും പുറത്താക്കി വീട് പൂട്ടി. AIYF പ്രവർത്തകർ കൂട്ടുപൊളിച്ച് വീട്ടുകാരെ അകത്ത് കയറ്റി. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ മിനി ബസ് അപകടത്തിൽപ്പെട്ടു. പന്മന ഇടപ്പള്ളിക്കോട്ടയിലായിരുന്നു അപകടം. അപകടത്തിൽ ഡ്രൈവർക്കും ഒരു വിദ്യാർത്ഥിക്കും പരിക്കേറ്റു. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഉജ്ജ്വല സ്വീകരണം. കൊല്ലം ആദിച്ചനല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളി. കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്. പ്രദേശം രോഗഭീഷണിയിൽ.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.